ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്, നമ്മുടെ സ്വന്തം ബാംഗ്ലൂർ. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു 100 വെഹിക്കിൾസ് ഇലക്ട്രിക് ബസ്സുകൾ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നാണ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നോക്കിയേ, ഒരു കൊട്ടാരം പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയുടെ നിയമസഭാ മന്ദിരമാണ് കേട്ടോ. സെക്രട്ടേറിയറ്റ് ഒക്കെ ഇതിനുള്ളിലാണുള്ളത്. വിധാന സൗധ എന്നാണ് ഈ ഒരു ലൊക്കേഷൻ്റെ പേര്. 1952 ഇത് പണിയാൻ ആരംഭിച്ചു. അതിനുശേഷം 1956 ഇതിൻ്റെയൊക്കെ ഒരു പണി പൂർത്തിയാവുന്നത്. ഭയങ്കര രസമുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടത്തേക്ക് വേണ്ടി, അതായത് BMTC ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് വേണ്ടിയാണ് വെഹിക്കിൾസ് 100 ഇലക്ട്രിക് ബസ്സുകൾ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇത് കൂടാതെ 921 ബസ്സുകൾ നമ്മുടെ ഇവിടെ തന്നെ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നുണ്ട്, നോൺ AC AC എല്ലാം തന്നെ. അപ്പോൾ ഇപ്പോൾ എന്തായാലും 100 നോൺ AC ബസ്സുകളാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇറങ്ങിയിട്ടുള്ള വെഹിക്കിൾസ്. 100 വെഹിക്കിൾസ് ഇറങ്ങിയെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റാർ ബസ് എന്നാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു 12 മീറ്റർ ലെങ്തും അതേപോലെ തന്നെ 400 ആണ് ഈ ഒരു സ്റ്റെപ്പ് ലെവൽ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. 35 പേർക്കാണ് സീറ്റ് കപ്പാസിറ്റി പ്ലസ് ഡ്രൈവർ, അങ്ങനെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇതിലുള്ളത്. ഈ ഒരു വെഹിക്കിളിൻ്റെ ഓവറോൾ ഒരു വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 19,500 കിലോ ആണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഓവറോൾ വെയിറ്റ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് ഡയമെൻഷനോട് പറയാം. വീൽ ബേസ് വരുന്നത് 6300 mm ആണ് വീൽ ബേസ് വരുന്നത്. ഫ്ലോർ ഹൈറ്റ് എന്ന് പറയുന്നത് 400 mm ആണ്. ഓവറോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് 2600 mm ആണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. ടേണിംഗ് സർക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും 19.4 മീറ്റർ ആണ് ടേണിംഗ് സർക്കിൾ ഉള്ളത്. അത്യാവശ്യം നല്ലൊരു ടേണിംഗ് സർക്കിൾ കിട്ടുന്ന ഒരു വെഹിക്കിളാണ് കേട്ടോ. അതേപോലെ തന്നെ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ടാറ്റ സ്റ്റാർ ബസ് EV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ സ്റ്റിക്കറിംഗ് ഉണ്ട്. BMTCയുടെ ഒരു ബാഡ്ജിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ബാറ്ററി കപ്പാസിറ്റി നോക്കുമ്പോഴത്തേക്കും 300 kWh 3 പാക്സ് ഓഫ് ബാറ്ററീസ് ആണ് കാണുന്നത്. അതായത് 100 kWh 3 ബാറ്ററീസ് ആയിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 300 kWh ആണ് കപ്പാസിറ്റി വരുന്നത്. ലിഥിയം അയൺ ബാറ്ററി പാക്ക് ആണ് കേട്ടോ ഇതിലുള്ളത്. ഈ ഭാഗങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്താണ് റേഡിയേറ്റർ ഫാൻ വരുന്നത്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് മോട്ടർ വരുന്നത് കേട്ടോ. അപ്പം മോട്ടറിൻ്റെ ഒരു പവർ നോക്കുമ്പോഴത്തേക്കും മാക്സിമം പവർ 235 kW ആണ് മാക്സിമം പവർ വരുന്നത്. അതേപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് പവർ നോക്കുകയാണെങ്കിൽ 140 kW ഒക്കെയാണ് കിട്ടുക. മാക്സിമം ടോർക്ക് നോക്കുമ്പോഴത്തേക്കും 3256 Nm ആണ് ഒരു മാക്സിമം ടോർക്ക് കിട്ടുന്നത്. ഗംഭീര ടോർക്കല്ലേ, അത്യാവശ്യം നല്ലൊരു ടോർക്കി ഒരു നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ അത് ഓപ്പറേറ്റിംഗ് സ്പീഡ് വരുമ്പോഴത്തേക്കും 0 to 300 RPM ഓപ്പറേറ്റിംഗ് സ്പീഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ജസ്റ്റ് റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ബോർഡ് ഉണ്ട് കേട്ടോ. ഒരു ഡിജിറ്റൽ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്, എങ്ങോട്ടാണ് പോകുന്ന ലൊക്കേഷൻസ് ഒക്കെ അറിയണ്ടേ. അതേപോലെ തന്നെ ഇത് നമ്മുടെ നോർമൽ പറയുമ്പോൾ എൻജിൻ റൂം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെയാണ് മോട്ടർ റൂം വരുന്നത്. ഇവിടെയായിട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ ടാറ്റയുടെ ഒരു ലോഗോ കാണാം. ലൈറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ടെയിൽ ലാംപ്സ് കാര്യങ്ങളൊക്കെയാണ്. നമ്പർ പ്ലേറ്റ് ഒക്കെ ഈ ഒരു ഭാഗത്താണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. റിവേഴ്സ് ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് സെൻസേഴ്സ് നമുക്കിവിടെ കാണാം. അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് റിയർ സൈഡിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഈ ഒരു ബസ്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇൻസൈഡിലൊക്കെ ഗ്ലാസ് ബ്രേക്കർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് ഇൻസൈഡ് ഒന്ന് നോക്കാം. പിന്നെ ടയർ പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്കും 295 80 R22.5 ടയർ സിയറ്റിൻ്റെ ടയേഴ്സാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ബസ്സിൻ്റെ ഫ്രണ്ട് സൈഡ് കൂടെ ഒന്ന് നോക്കാം അല്ലേ. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ വൈഡ് ആയിട്ടുള്ളൊരു വിസിബിലിറ്റി കിട്ടുന്ന ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ സെൻട്രലായിട്ട് നമുക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ വലിയൊരു ലോഗോ കാണാം. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ നമുക്ക് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ സപ്പോർട്ട് ആകും വിധം ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. വീൽ ചെയർസൊക്കെ കയറ്റാൻ വേണ്ടി. അതുപോലെ തന്നെ എയർ സസ്പെൻഷൻ ഉണ്ട്. കുറച്ചുകൂടെ വെഹിക്കിൾ താത്ത് നമുക്ക് അതിനുള്ള സപ്പോർട്ട് എന്തായാലും ഈ ഒരു വെഹിക്കിളിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വരുന്നുള്ള ബാറ്ററി നോക്കി, ബാറ്ററി വരുന്നത് ഏറ്റവും മുകളിലാണ്. ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് വരുന്നത്. 300 kWh ബാറ്ററി പാക്കാണ്. ഒരു 3 പാക്കായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് 100 kWh 3 ബാറ്ററി പാക്കായിട്ടാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും 250 km ആണ് സർട്ടിഫൈഡ് റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഒരു 3 മണിക്കൂർ കൊണ്ട് ഫാസ്റ്റ് ചാർജ് ഫുൾ ചാർജ് ആവുന്നുണ്ട്. നമുക്കപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ബസ്സിൻ്റെ ഇൻസൈഡ് കൂടെ നോക്കാം അല്ലേ. ഇൻസൈഡിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനിലാണ് നമ്മുടെ ഡ്രൈവറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ടാറ്റയുടെ നല്ല ആ ഒരു വലിയ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം. പിന്നെ എല്ലാം വളരെ ഈസി ആക്സസിലുള്ള സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറയുടെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ കാണാം. അങ്ങനെ കൊണ്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് സ്റ്റിയറിംഗ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് പവർ അസിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് കേട്ടോ. ഒരു സ്റ്റിയറിംഗ് വീൽ വരുമ്പോഴത്തേക്കും ഒരു 470 mm ഡയമീറ്റർ ഉള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും ഇപ്പം ഒരുപാട് എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇതിൽ കിട്ടുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നോക്കാൻ വേണ്ടിയുള്ളൊരു സമയമില്ല, വളരെ ലിമിറ്റഡ് ടൈമിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ ഫോർ സേഫ്റ്റി ഇവിടെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ചിട്ടുണ്ട് കേട്ടോ.
അതേപോലെ തന്നെ നമുക്ക് മറ്റ് ഫെസിലിറ്റി നോക്കുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഫോർ ലഗേജ് ഒക്കെ വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 35 സീറ്റ്സ് ആണുള്ളത്, പ്ലസ് ഡ്രൈവർ സീറ്റോട് കൂടി 36 സീറ്റ്സ് ആണ് ഇതിലുള്ളത്. നമ്മൾ ലോ ഫ്ലോർ ബസ്സുകളിൽ കാണുന്ന പോലെ തന്നെയുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് കാണുന്നത്. ഗ്രാബ് റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് പിടിച്ച് നിന്ന് പോകാൻ വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റി. പിന്നെ ഇവിടെ ഒരു സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എമർജൻസിക്ക് വേണ്ടി ആയിരിക്കാം ഇങ്ങനൊരു സ്റ്റോപ്പ് സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് ബ്രേക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഔട്ട്സൈഡ് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ലോ ഫ്ലോർ ബസ്സിൽ കാണുന്ന അതേ ഒരു ഫീച്ചറോട് കൂടി തന്നെയുള്ള ഒരു ഇലക്ട്രിക് ബസ്സിനെ ആയിട്ടാണ് നമുക്ക് എന്തായാലും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ഒരു സ്റ്റാർ ബസ്സിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിലെ മാക്സിമം സ്പീഡ് വരുമ്പോഴത്തേക്കും 70 km/h ആണ് കേട്ടോ മാക്സിമം സ്പീഡ് വരുന്നത്. നൈസ് അല്ലേ? ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇലക്ട്രിക് ബസ് സ്റ്റാർ ബസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. വളരെ കുറച്ച് ടൈമിൽ നമ്മൾ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഒരു ഹറിബറിയൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണാം. അപ്പോൾ എന്നായാലും ഈ ഒരു ലൊക്കേഷനിൽ വിധാനസൗധയിൽ വന്നിട്ട് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്ത് നമുക്ക് 100 ബസ്സിൻ്റെ ലോഞ്ച് BMTCയുടെ കൂടെ അതേപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ടീമിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ലോഞ്ചിൻ്റെ ഭാഗമാകാൻ വേണ്ടി പറ്റി. ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും കർണാടക ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഇലക്ട്രിക് ഒരുപാട് വെഹിക്കിൾസും ഒക്കെ നമ്മുടെ സിറ്റീസിലേക്കൊക്കെ ഇറക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഗ്രീൻ അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തു വരുന്നത്. അപ്പോൾ എന്നായാലും നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.